ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം ബീഫ് ബിരിയാണിയാണ് കേട്ടോ. നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ്. ഒരുപാട് മസാലകളൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബീഫ് ബിരിയാണിയാണേ. അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അതിന് വേണ്ടുന്ന നമുക്ക് വറുക്കാനുള്ള 2 ഉള്ളി, 2 സവാള ഞാൻ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ 2 ഉള്ളി നമ്മുടെ ബീഫിനകത്തിടാനും, പിന്നെ കുറച്ച് തക്കാളി, ഒരു ഇഞ്ചി, കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടെ ഒരുമിച്ച് അരച്ച് ഒരു പേസ്റ്റാണ് കേട്ടോ അത്. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയില പോലെ തന്നെ നമുക്ക് പുതിനയിലയും വേണം കേട്ടോ. എനിക്ക് പുതിനയില കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ പുതിനയിലയും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം അതും കൂടെ ചേർക്കണം. പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് എടുത്തോണം കേട്ടോ. വേറെ മസാലകളൊന്നും നമുക്ക് ചേർക്കണ്ട പച്ചമുളക് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കുക്കറിനകത്തോട്ട് ബീഫ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉള്ളി, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ തക്കാളി, മല്ലിയിലയുടെ കൂടെ നിങ്ങൾ പുതിനയിലയും ചേർക്കണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളിയുടെ ആ ഒരു പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ചേർക്കണ്ട. ഇത് ഞാൻ ചേർക്കാൻ കാര്യം എൻ്റെ കയ്യിൽ പുതിനയില ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അതുകൊണ്ട് മല്ലിയില ടേസ്റ്റ് എൻഹാൻസ് ചെയ്ത് നിന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ ചേർക്കുന്ന പൊടി ഏതാണെന്ന് വെച്ചാൽ ഗരം മസാല മാത്രം ചേർത്താൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വേണ്ട, ഗരം മസാല മാത്രം. നമ്മുടെ എരിവിന് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. അതിനുശേഷം ഉപ്പും ഇട്ട് നല്ലപോലെ തിരുമ്മി ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതിങ്ങനെ നമ്മൾ അടുപ്പിലോട്ട് വയ്ക്കുകയാണ്. ഇതിനകത്ത് വെള്ളമോ അങ്ങനെ ഒന്നും ചേർക്കണ്ട. ഇങ്ങനെ നമ്മൾ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ഒരു 8 വിസിൽ മാക്സിമം കേൾപ്പിക്കുക. ബീഫിന് നമ്മൾ നോർമലി 8 വിസിലാണ് പറയുന്നത്. ഇതിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ വേവിക്കുക. അതിന് ശേഷം ഞാൻ നമ്മുടെ അരി വേവിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ബിരിയാണി പോട്ട്, അതായത് ബിരിയാണി ചെമ്പ്. നമ്മൾ മിക്കപ്പോഴും ബിരിയാണി വയ്ക്കുന്നത് ഈ ഒരു പാത്രത്തിനകത്താണ് കേട്ടോ. എത്രയുണ്ടെങ്കിലും കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ഞങ്ങൾക്ക് ഇതിൽ വെച്ചാലേ ഒരു തൃപ്തിയുള്ളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണി പോട്ടിനകത്ത് നമ്മൾ എണ്ണയും നെയ്യും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നെയ്യ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചേർക്കാം, എണ്ണ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ അതിനകത്തോട്ട് 2 സവാള ഞാൻ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മുരിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് മുരിയിക്കേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് അത് മുരിയാറായി വരുമ്പോൾ നമുക്കൊരു അറിയാൻ പറ്റുമല്ലോ. ആ ഒരു ടൈമിൽ നമുക്ക് സവാള കോരിയെടുക്കണം കേട്ടോ. അതിനകത്ത് ജസ്റ്റ് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി നമുക്കതൊന്ന് മുരിയിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ആദ്യം കാണുന്നത് നമ്മുടെ ഇർഫാന ഷംഷീർ എന്ന് പറയുന്ന ആളുടെ വീഡിയോയിലാണ് കേട്ടോ. ആ അത്തയുടെ വീഡിയോ കണ്ടപ്പോഴത്തേനും ഞാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയായിരുന്നു. ആ ഒരു സമയത്ത് ഉണ്ടാക്കി നോക്കിയായിരുന്നു. അപ്പം അന്ന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കുറച്ച് സലാഡിനുള്ളതും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ അത് തൈരൊന്നും ഒഴിച്ച് വയ്ക്കുന്നില്ല, നമുക്ക് എടുക്കാറാകുമ്പോൾ തൈര് ഒഴിക്കാം. അപ്പോൾ ഇതിന് നമ്മുടെ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആ ഇത്താടെ വീഡിയോയിൽ അന്ന് കണ്ടപ്പോൾ നല്ല ടേസ്റ്റായിട്ട് അന്ന് ഞാൻ വെച്ച് നോക്കി. അതേ ടേസ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് അതിന്. നമ്മൾ ഗരം മസാല മാത്രമേ ഇട്ടുള്ളൂ നമ്മൾ അറിയത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളെല്ലാവരും. അപ്പം ഞാൻ ഉള്ളിയൊക്കെ നല്ലപോലെ വറുത്ത് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഉള്ളി കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരുപാട് കനം കുറച്ചരിഞ്ഞാലും 2 വ്യത്യസ്തമായ രീതികളിലാണ് ഞാൻ ഉള്ളി അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം കനം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതാണ് പെട്ടെന്ന് കരിഞ്ഞത്. അപ്പോൾ നമ്മുടെ ആ ഉള്ളി വറുത്ത ആ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം, എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഇതിൽ, അരിയല്ല കേട്ടോ നമുക്ക് ആദ്യം ഇടേണ്ടത്. നമ്മൾ അടുത്തത് ആ ഒരു സ്പൈസസ് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതൊരു 1 ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അരി ഇട്ട് കൊടുക്കാൻ. അരി ഇട്ടതിന് ശേഷം നമ്മൾ അളവ് അറിയാമല്ലോ എല്ലാവർക്കും. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച്, നല്ല ചൂടുവെള്ളം ഒഴിച്ച്, കുറച്ച് നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച്, ഉപ്പ് ഇട്ട് നമുക്ക് അരി വേവിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ എന്താ ഇങ്ങനെയൊന്നും ഇരിക്കാമെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ഉള്ളി കരിഞ്ഞ ആ ഒരു എണ്ണയ്ക്കകത്താണല്ലോ നമ്മളെ ചോറിന്
വേവിക്കാനിട്ടത്. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ ചോറിന് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ലായിരുന്നു, നോർമൽ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടത് കൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കളറൊന്നും കാണില്ല. ജസ്റ്റ് ആ ഒരു കറി മസാല ഇട്ടതിൻ്റെ ഒരു ഇത് മാത്രമേ കാണുള്ളൂ. പക്ഷേ അങ്ങനെ ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ഇതിനകത്തിപ്പം ഓൾറെഡി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വെള്ളവും നമ്മുടെ കൊഴുപ്പും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ നെയ്യും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നെയ്യ് വറ്റിക്കാം കേട്ടോ, ഈ വെള്ളം വറ്റിക്കാം. ഈ ഒരു സമയത്തല്ല, നമ്മളിനി ഒരു മസാല ഉണ്ടാക്കും, ആ ഒരു സമയത്ത് വെള്ളം വറ്റിക്കാം. ഞാനിപ്പം വെള്ളമൊന്നും വറ്റിക്കുന്നില്ല, കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഗ്രേവി ടൈപ്പിലാണ് എടുക്കുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചൊരു പാത്രത്തിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, കാരണം ഓൾറെഡി നല്ല നെയ്യുള്ള ബീഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് നമ്മൾ വീണ്ടും 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറ്റുക കേട്ടോ. നല്ല പോലെ ഒരുപാടങ്ങ് മുരിയിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്നൊരു പച്ചമണം മാറിയാൽ മതി. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിനകത്തോട്ട് ഒരു പിടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അതിൽ നിന്നൊരു ഒരു പിടി സവാളയും കൂടെ നമുക്ക് ചേർക്കണം. അതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റാണ് കേട്ടോ നമ്മുടെ ബീഫ് കറിക്ക്. അപ്പം ആ ഒരു പിടി സവാള വറുത്തതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. നമ്മുടെ സവാള ഓൾറെഡി വഴറ്റി വെച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരമായിട്ട് ഉപയോഗിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ ബീഫ്, ഈ വെന്ത ബീഫും ആ ചാറും കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ ചാറ് വറ്റിച്ചെടുക്കേണ്ടത്. അങ്ങനെ ചാറ് വേണ്ട എന്നുള്ളവർ നമ്മുടെ ചാറ് നല്ലപോലെ വറ്റിച്ചെടുക്കുക. ഇപ്പം എനിക്ക് ചാറ് വേണം, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചൂടാക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ കുക്കറിനകത്ത് തന്നെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് 2-3 തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പം നല്ലപോലെ ഇളക്കി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പം വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നോക്കുക, നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചോറ് വെന്തിട്ടില്ല, കുറച്ചും കൂടെ വേവാനുണ്ട്. അത് വീണ്ടും ഞാൻ അടച്ചു വെച്ചു. എന്നിട്ട് ഇപ്പുറത്തോട്ട് വന്ന് നമ്മുടെ കറി ഒന്നും കൂടെ തിളച്ച് സെറ്റായി വന്നപ്പോഴത്തേനും നമ്മുടെ ചോറ് റെഡിയായി. ഞാൻ കറി ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിയും റെഡിയായി. ഇനി നമ്മൾ ദം ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ചോറ് വെച്ച് അതേ പാത്രത്തിൽ തന്നെയാണ് ഞങ്ങൾ ദം ചെയ്യുന്നത്. അതിനകത്തോട്ട് കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ്, ഞാനിപ്പോൾ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നെയ്യ് ഒഴിച്ചിട്ട് അതിന് മുന്നേ നമ്മുടെ വേവിച്ച ചോറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടേ. അത് കഴിഞ്ഞ് നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ ചോറിടുകയാണ്. നമുക്ക് എല്ലാവർക്കും ദം ചെയ്യാൻ അറിയാം, ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മുടെ ചോറും കൂടെ ഇട്ട് അതിനകത്തോട്ട് ഫസ്റ്റ് ലെയർ ചോറിട്ട് സെക്കൻഡ് ലെയറായിട്ട് നമ്മളിടുന്നത് ബീഫിൻ്റെ ആ ഒരു ഗ്രേവിയും ബീഫും കൂടെയാണ്. അതൊന്ന് ജസ്റ്റ് അവിടെ ഇവിടെയായിട്ട് സ്പ്രെഡ് ചെയ്തൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തേർഡ് ലെയർ എന്ന് പറയുന്നത് വീണ്ടും ചോറാണ്. ആ ചോറിട്ടിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ഉള്ളി, നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മല്ലിയിലയും പുതിനയിലയും അത് രണ്ടും ഇടണം കേട്ടോ. എൻ്റെ കയ്യിലിപ്പം മല്ലിയില മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മല്ലിയില മാത്രമേ ഇടുന്നുള്ളൂ. മല്ലിയിലയും പുതിനയിലയും മസ്റ്റായിട്ട് ഇടണം. അത് ഇട്ടതിന് ശേഷം ഞാനൊരു 2-3 പിഞ്ച് ഗരം മസാലയും കൂടെ ഒന്ന് തൂവി കൊടുക്കുകയാണേ. അതും കൂടെ തൂവി കൊടുത്തിട്ട് ഇതേ സെയിം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. അടുത്ത ലെയർ വീണ്ടും ചോറിടുക, വീണ്ടും കറി ഒഴിക്കുക, വീണ്ടും ചോറിടുക, വീണ്ടും നമ്മുടെ ഉള്ളിയും മല്ലിയിലയും പുതിനയിലയും പിന്നെ നമ്മുടെ മസാലയും ഗരം മസാലയും കൂടെ തൂവുക. വീണ്ടും നമുക്ക് എത്രത്തോളം ചോറും കറി ഇരിക്കുന്നു അതേപോലെ ഇങ്ങനെ ലെയർ ചെയ്തിരിക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഉള്ളിയും മല്ലിയിലയും പുതിനയിലയും നമ്മുടെ ഗ്രേവിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ച് മസാലയിട്ട് റെഡിയാക്കി ഇനി ദം ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ മുകളിൽ മസ്റ്റായിട്ട് മല്ലിയിലയും പുതിനയിലയും ഇടണം. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയൊന്നും അല്ല കേട്ടോ, ഇനിയും പാത്രങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ദം ചെയ്തതിന് ശേഷമുള്ള പാത്രങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ദമ്മൊക്കെ നമ്മൾ
ദമ്മൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനത് എടുക്കാൻ മറന്നു. നല്ല മണമായിരുന്നു കേട്ടോ. തുറന്നപ്പോൾ ആവിയൊക്കെ വന്ന് നല്ല മണമായിരുന്നു. അപ്പം അത് ഞാൻ സെർവ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് ബീഫും ചോറും ഒക്കെ ആയിട്ട് സെർവ് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മുടെ സൈഡായിട്ട് സാലഡും ഉണ്ട്. അച്ചാറും പപ്പടമൊക്കെ ആവാം, അതൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും റെഡിയാക്കിയില്ല. സാലഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിന് സാലഡും വേണ്ട കേട്ടോ, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ ചോറ് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ചോറൊക്കെ ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. സാലഡും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും വേണ്ട, ഗരം മസാല മാത്രം മതി. അപ്പോൾ എല്ലാവരും